ഹലോ എവറി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ട് നൈജല്ല സീഡ് വെച്ചിട്ട് ഒരു ഡ്രൈ പൊട്ടറ്റോ കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം നമുക്കതിൻ്റെ തൊലി പറിച്ച് കളയുക. എന്നിട്ട് ഒരു ചീനിച്ചട്ടിയിലകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകും ജീരകവും പൊട്ടിച്ചിട്ട് കുറച്ച് കരിവേപ്പിലയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് കൊറിയാണ്ടർ പൗഡർ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളോട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇളക്കുമ്പോൾ സൂക്ഷിക്കണം, കിഴങ്ങ് ഇങ്ങനെ പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ട് നോക്കണം. പക്ഷേ എല്ലായിടത്തും നന്നായിട്ട് ആ മസാല സ്പ്രെഡ് ചെയ്യുകയും വേണം. അതുപോലെ രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ലൈറ്റ്, അതായത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്. എന്നിട്ട് നന്നായിട്ട് എല്ലായിടത്തും മസാല പുരണ്ട ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്ക് ആവശ്യമുള്ള നൈജല്ല സീഡ്, അതായത് കരിഞ്ജീരകം, നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ പുറത്തോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണങ്ങിയ ഫെനുഗ്രീക്സ്, അതിൻ്റെ ലീവ്സാണ്, അതായത് ഉണങ്ങിയ ഉലുവ ഇല. അപ്പോൾ അത് കസൂരി മേത്തി എന്ന് പറയത്തില്ലേ, അതാണ് സംഭവം. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ പുറത്തോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണങ്ങിയെടുക്കുന്നതാണ്, ഹോം മെയ്ഡാണ്. അതുകൊണ്ട് കുറച്ച് അതിൻ്റെ അകത്ത് തണ്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ അത് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെയാണ് എടുക്കാവുന്നതേ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ലീവ്സും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ഫ്രൈ ആവട്ടെ. എന്നിട്ട് നമുക്കത് എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ടും കഴിക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ഉരുളക്കിഴങ്ങ് വഴറ്റി എടുക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.